പ്രൈസ് ദി ലോർഡ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായം. വെളിപാട് 21-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വചനം. പെടുന്ന അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീര് തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പഴയ കാര്യങ്ങളോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റു സംഭവിച്ചോ അതോർത്ത് നീ കുറ്റബോധത്തിലേക്കോ നിരാശയിലേക്കോ സങ്കടത്തിലേക്കോ പോകണ്ട. അത് ചിന്തിക്കണ്ട. ഈ നിമിഷം മുതൽ കർത്താവ് നിന്നെ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുക. നീ കർത്താവിൻ്റെ സ്വന്തമാണ്. കർത്താവിൻ്റെ മകനാണ്, മകളാണ്. നിന്റെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇതൊന്ന് ഉറച്ചു വിശ്വസിക്കണം. ഒരു കുറ്റബോധവും വേണ്ട. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാണ്. ഒരിക്കലും നമ്മളെ തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് വരാം. അവിടുന്ന് അവിടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കത്തില്ല. ഇനിമേൽ ദുഃഖമോ വേദനയോ മുറവിളിയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിച്ചു നന്ദി പറയാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? കരങ്ങൾ ഉയർത്തി കരമടിച്ച് ഉണർവോടെ അതിർ തുറന്ന് സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ ദൈവം പരിപാലിക്കും. അവിടെ ജീവിതത്തിൻ്റെ ഏത് തകർച്ചകളിലും ഏതവസ്ഥയിലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരിക്കലും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കത്തില്ല. 1 രാജാക്കന്മാർ 17-ാം അധ്യായം. ഗിലിയാദിലെ തിഷ്പയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു. ആഹാബ് അവിടുത്തെ രാജാവാണ്. 1-ാമത്തെ വചനമാണ്. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്. വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. ആഹാബ് രാജാവിൻ്റെ മുഖത്ത് നോക്കി ഏലിയ പറയുക, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ മഞ്ഞോ മഴയോ പെയ്യത്തില്ല. ഇത് വിശ്വാസത്തിൻ്റെ വരമാണ്. ഏലിയ പ്രവാചകനിലെ വിശ്വാസത്തിൻ്റെ വരം ശക്തമായിട്ട് പ്രവർത്തിക്കുക. ഏലിയ പ്രാർത്ഥന ആരംഭിച്ചു. വചനം പറയുന്നു, 3.5 വർഷക്കാലം ഭൂമിയിൽ മഴ പെയ്തില്ല, മഞ്ഞ് പെയ്തില്ല, എല്ലായിടത്തും ക്ഷാമമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയായോട് ദൈവമായ കർത്താവ് പറഞ്ഞു, നീ കെറീത്ത് അരുവിക്കിലേക്ക് പോകുക. 2ഉം 3ഉം വചനങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വചനങ്ങൾ. ഏലിയയോട് അരുളി ചെയ്തു കർത്താവ്, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. കെറീത്ത് അരുവിയുടെ കരയിൽ അവിടെ താമസിക്കാനായിട്ട് നിനക്ക് പറ്റും. കാക്കകൾ നിനക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരും. ഹല്ലേലൂയ. കാക്കയെ കർത്താവ് ചുമതലപ്പെടുത്തിയിരിക്കുക തൻ്റെ പ്രവാചകന് ഭക്ഷണം കൊടുക്കാനായിട്ട്. ഞാൻ ഓർക്കുന്നു, ഏതാനും വർഷം മുൻപ് നമ്മുടെ ധ്യാനം കൂടിയ ഒരു ഫാമിലി, നമ്മളോട് നല്ല ഒരു ബന്ധമുള്ളൊരു ഫാമിലിയാണ്, നല്ലൊരു കുടുംബമാണ്. അന്ന് നമ്മുടെ ധ്യാനത്തിന് വരുമ്പോൾ പാമ്പാടി ഗുഡ് ന്യൂസ് വെച്ചാണ് 3 പെൺമക്കൾ, അപ്പനും അമ്മയും. സാമ്പത്തികമായിട്ട് ബിസിനസ്സായിരുന്നു, തകർന്നു പോയി. ലക്ഷങ്ങൾ കടബാധ്യത, വലിയ തകർച്ച. ധ്യാനം കൂടിയ അവസരത്തിൽ അവിടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു, വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു. അന്ന് മൂത്ത മോള് നേഴ്സിംഗ് പഠിക്കുകയാണ്, ബാക്കി കുട്ടികളൊക്കെ ഹൈസ്കൂളിലായിരുന്ന കാലമാണ്. ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. മൂത്ത മോള് നേഴ്സിംഗ് കഴിഞ്ഞ് UK പോയി. ഇപ്പം 2ാമത്തെ മോള് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ, 3ാമത്തുള്ള UK. പിള്ളേരെല്ലാം നല്ല നിലയിലായി. സാമ്പത്തിക മേഖലയിൽ വലിയ പിടുതൽ കിട്ടി.
മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. വലിയ കഷ്ടതയിൽ പ്രയാസത്തിൽ കടന്നുപോയൊരു കുടുംബം. എനിക്ക് ആ കുടുംബത്തെ, ആ കുഞ്ഞുങ്ങളെയൊക്കെ അറിയാം. അവരെല്ലാം നമ്മുടെ ധ്യാനം പലതവണ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ധ്യാനം കൂടി അന്ന് വാടക വീട്ടിലേക്ക് മാറി. ആ ചേച്ചി പിന്നീട് അവർ ധ്യാനത്തിന് എല്ലാവരും വന്നപ്പോൾ, ഒരു 3-4 മാസം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞൊരു അനുഭവമാണ്. ഇളയ മോളെന്ന് +2 പഠിക്കുക. മൂത്തത് യു കെക്ക് പോയിട്ടില്ല, എവിടെ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ കുട്ടി നഴ്സിംഗ് പഠിക്കുന്നു, ഇവൾ +2. അപ്പം ഒരു ദിവസം അവൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഭക്ഷണമില്ല. ഭക്ഷണം വെക്കാനുള്ള അരിയില്ല, അരി തീർന്നു. അപ്പോൾ ചേച്ചി പറയുകയാണ്, തലേദിവസം നന്നായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ നീ സഹായിക്കണം. സന്ധ്യാപ്രാർത്ഥന സമയത്ത് കൊന്തയൊക്കെ ചൊല്ലി എല്ലാം സമർപ്പിച്ച് അവർ പ്രാർത്ഥിച്ചു. അപ്പനും അമ്മയും ഈ മോളുവേ ഉള്ളൂ വീട്ടിൽ, വാടക വീടാണ്. അത്താഴം കഴിഞ്ഞു. അത്താഴം കഴിഞ്ഞിട്ട് ചേച്ചി അടുക്കള എന്തൊക്കെ പണിയാണ്, മോള് പോയിരുന്ന് പഠിക്കുന്നു. ഹസ്ബൻഡ് ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി പറയുകയാണ്, എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിറ്റേ ദിവസം രാവിലെ ഇവർക്ക് സ്കൂളിൽ പോകാനായിട്ട് ചോറ് കൊടുത്തുവിടാൻ അരിയില്ല. എന്നെ വിഷമിച്ച് പ്രാർത്ഥിക്കുക, സങ്കടപ്പെട്ട്. മോള് പറഞ്ഞു, മോളെ അമ്മ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നു വിടാം, മാവൊക്കെ ഇരിപ്പുണ്ട് എന്നുണ്ടാക്കി തന്നു. സങ്കടമാണ്. അപ്പം പാത്രം കഴുകുക പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, സങ്കടപ്പെട്ട്. ആരോ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഭർത്താവ് ചെന്ന് കതവ് തുറന്നു. ചേച്ചി ചെന്നു. കതവ് തുറന്നപ്പോൾ ചേട്ടൻ്റെ മോനാണ് വാതൊക്കെ നിൽക്കുന്നത്. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം റോഡിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് നട കയറി ആ വീട്ടിലോട്ട് വരണം. വണ്ടി കയറിയില്ല അവിടെ. അപ്പം ഇവൻ വന്നിരിക്കുകയാണ്. നടയിൽ 20 കിലോ അരിയും മറ്റ് സാധനങ്ങളും എല്ലാം കൂടെ ഒരു ചാക്കിനകത്ത്. എന്നെ അപ്പാപ്പൻ ചോദിക്കുക, മോനെ ഇതെന്താടാ? ചേട്ടനും പറഞ്ഞില്ല, ഇതെന്താ ഇത്? അവൻ പറയുക, ഞാൻ ടൗണിൽ വന്നപ്പോൾ എന്നോട് ആര് പറയുകയാണ് അപ്പാപ്പൻ്റെ വീട്ടിലോട്ട് കുറച്ച് അരിയും സാധനവും മേടിച്ചുകൊണ്ട് പോകാനായിട്ട്. അവൻ കടയിൽ കയറി 20 കിലോ അരിയും അത്യാവശ്യം വേണ്ട സാധനം എല്ലാം മേടിച്ച് ഒരു ചാക്കിനകത്ത് ഓട്ടോയിൽ വന്നിട്ട് ചുമന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ചേച്ചി പറയുകയാണ്, പൊട്ടിക്കരഞ്ഞു വരാൻ. അതുപോലെ ദൈവം പരിപാലിക്കും. ദൈവത്തിൻ്റെ പരിപാലന സ്നേഹം അത്ര വലുതാണ്. ഇവിടെ ഏലിയ പ്രവാചകന് കാക്കകളിലൂടെ അപ്പം എത്തിച്ചു കൊടുക്കുന്ന ദൈവം. ഇതുപോലെ പലരുടെ അനുഭവങ്ങളുണ്ട്. തക്ക സമയത്ത് നമുക്ക് വേണ്ടത് അതെന്തുമാവട്ടെ അത് ദൈവം എത്തിച്ചു തരും. അന്ന് ആ ചേച്ചിയൊക്കെ സാക്ഷ്യം പറഞ്ഞു നമ്മുടെ ധ്യാനത്തിന്. പിന്നീട് കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചു, എല്ലാവരും ഇവിടെ കല്യാണം കഴിഞ്ഞു, എല്ലാവരും വിദേശത്ത്. ഇപ്പം നല്ല വീടൊക്കെ വിലയ്ക്ക് മേടിച്ചു, അങ്ങനെ സന്തോഷമായിട്ട് പോന്നു. ദൈവം അനുഗ്രഹിച്ചോട്ട് വിടുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ വന്നത് വാടക വീട്ടിൽ നിന്ന് ഇന്നത്തെ ദൈവം എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചൊരു കുടുംബം. ആ ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കത്തില്ല. നിന്റെ അടുക്കളയിൽ അരി തീർന്നോ എന്ന് ദൈവത്തിനറിയാം. നിന്റെ പണപ്പെട്ടിയിൽ നാളത്തേക്ക് ആവശ്യമുള്ള പണമുണ്ടോ ഇല്ലെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒറ്റ വ്യക്തിയെ പോലും ദൈവം ഉപേക്ഷിക്കത്തില്ല. നിന്റെ സകല കാര്യങ്ങളിലും കർത്താവിൻ്റെ ഇടപെടലുണ്ടാവും. വിശ്വസിക്കുന്നവർ വലത് കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏലിയ പ്രവാചകൻ കർത്താവിൻ്റെ വാക്കാണ്. കെരീത്ത് അവിടെ പോയി താമസിച്ചു. കാക്ക അപ്പം എത്തിച്ചു കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. അരുവിയിലെ വെള്ളം പറ്റി മഴ പെയ്യുന്നില്ല. കാലാവസ്ഥ മൊത്തം ഉണങ്ങി വരേണ്ട കാലാവസ്ഥയാണ്, വെള്ളമില്ല. അപ്പോൾ കർത്താവ് ഏലിയാട് പറഞ്ഞു, നീ സീദോനിലെ സെറേഫാത്തിലേക്ക് പോവുക, അവിടെ നിനക്ക് ഭക്ഷണം തരാൻ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, പൊക്കോളാൻ പറയുക. തൻ്റെ ദാസന് അടുത്ത സ്ഥലമൊരുക്കുക. അവിടെ വെള്ളം പറ്റി ഇതാവസ്ഥ. അവിടെ നിന്ന് സെറേഫാത്തിലേക്ക് ഏലിയ പ്രവാചകൻ പോകുക. ഈ തുടർന്നുള്ള ഭാഗമൊക്കെ ഹൃദയസ്പർശിയാണ്.
ഏലിയ സറേഫാത്തിലേക്ക് മടങ്ങി പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്ന കണ്ടു. അവൻ അടുത്ത് ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. വിശക്കുന്നുണ്ട് ഈ പ്രവാചകൻ, കുറച്ച് അപ്പവും കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണ്, എൻ്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളിവിറക് പിറക്കുകയാണ്. ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും. ഒരു നിവൃത്തിയില്ല, മൊത്തം തീർന്നു. ചുള്ളിവിറക് പിറക്കുന്നതിനാ ഇത്. എന്നിട്ട് അപ്പമുണ്ടാക്കുന്നു, എന്നിട്ടോ ഞാനും എൻ്റെ മകനും കഴിക്കും, എന്നിട്ട് ഞങ്ങൾ മരിക്കും. അവൾ അമ്മയുടെ ഹൃദയത്തിലെ തീരുമാനം ആത്മഹത്യയെക്കുറിച്ചുള്ള തീരുമാനമാണ്. പ്രവാചകൻ പറയുക, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയൊരു അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവേണം, പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. ഹല്ലേലൂയ. ആ സ്ത്രീയുടെ മനസ്സിലെ ചിന്ത എന്താണ്? ചുള്ളിവിറക് പിറക്കി കൊണ്ടുപോയി അപ്പം ഉണ്ടാക്കിയിട്ട് ഞാനും എൻ്റെ മകനും കഴിക്കും, എന്നിട്ടോ ഞങ്ങൾ മരിക്കും. മരിക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ അമ്മ ഹൃദയത്തിലെടുത്ത്. ആത്മഹത്യയെക്കുറിച്ച് തീരുമാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരിക്കൽ വളരെ യാദൃച്ഛികമായിട്ട് ഒരു സാക്ഷ്യം കാണാനിടയായി. ഹൃദയസ്പർശിയായിരുന്നു. ഒരു അമ്മ സാക്ഷ്യം പറയുകയാണ്. അമ്മയ്ക്ക് പെൺമക്കളുണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെയൊക്കെയോ രോഗം ബാധിച്ച് കുഞ്ഞിലെ തന്നെ മരിച്ചുപോയി. ഭർത്താവ് മരിച്ചു. പിന്നെ ഒരു മകനേ ഉള്ളൂ. പക്ഷെ മകൻ വിവാഹം കഴിച്ച് അവൻ വേറെ താമസിക്കുന്നു. മദ്യപാനിയാണ്. അമ്മയ്ക്ക് ചെലവിന് കൊടുക്കത്തില്ല. അമ്മ പ്രായമായി, രോഗിയായി, ഒന്നും വയ്യാത്ത അവസ്ഥ. ആരെങ്കിലുമൊക്കെ സഹായിച്ചാണ് മരുന്നൊക്കെ മേടിക്കുന്നത്. ജീവിതം മടുത്തു തുടങ്ങിയ ഈ അമ്മ മരിക്കാൻ ഒരു തീരുമാനമെടുത്തു. അതിനമ്മ കണ്ടുപിടിച്ച വഴി എന്താണെന്നറിയോ? അമ്മയ്ക്ക് ഏതാണ്ട് എല്ലാം രോഗത്തിന് കുറേ ഗുളികയുണ്ട്. അത് കുറേ കൂടെ മേടിച്ചു. ഈ ഗുളിക ഒന്നിച്ച് കഴിച്ച് ആത്മഹത്യ ചെയ്യാനൊക്കെ എല്ലാം പ്ലാനിട്ട് അമ്മ ചെയ്തു. ഞാൻ സാക്ഷ്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണിലൂടെ തുടങ്ങി. ആ അമ്മ ഇങ്ങനെ തീരുമാനമൊക്കെ എടുത്തു. ഗുളികയൊക്കെ മേടിച്ച് എല്ലാം റെഡിയാക്കി. അപ്പോൾ അമ്മച്ചിക്ക് ഇങ്ങനെ എൻ്റെ ടി വിയിൽ എന്തോ ഇരിപ്പുണ്ട്, ചെറിയൊരു പൊട്ട ടി വി ഉണ്ട്. അത് ഇങ്ങനെ അറിയാൻ ഞെക്കപ്പോൾ പെട്ടെന്നൊരു ചാനൽ വന്നു. ഏതാ ചാനലെന്ന് നമുക്കറിയത്തില്ല. ഒരാൾ സുവിശേഷം പറയുക. ആ സുവിശേഷം പറയുന്ന ആൾ യേശുവിൻ്റെ കരുതലിനെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് എന്നെ പറയുകയാണ്, എൻ്റെ മെസ്സേജ് പറയുകയാണ്, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു അമ്മ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ അമ്മയ്ക്ക് കർത്താവ് വിടുതൽ കൊടുക്കുന്നു. ആ സുവിശേഷൻ പ്രസംഗത്തിനിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് പറയുക. ഈ അമ്മ ഞെട്ടിപ്പോയി. ആ സുവിശേഷം മൊത്തം കേട്ടു. അവർ തീരുമാനമെടുത്തു, ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല. എന്നിട്ട് ഈ ഇവരുടെ ശുശ്രൂഷയ്ക്ക് ചെന്നിട്ട് ഒരു ഓഡിറ്റോറിയത്തിൽ നടന്ന ശുശ്രൂഷയിൽ ഈ അമ്മ ചെന്നിട്ട് ഈ സാക്ഷ്യം പറയുന്ന വീഡിയോ ആണ് ഞാൻ കാണുന്നത്. വളരെ യാദൃച്ഛമായിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ ദൈവത്തിൻ്റെ കരുതലാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഇവിടെ ധ്യാനിക്കാൻ വന്ന ഒരു സഹോദരൻ, അങ്കമാലി സ്വദേശിയ, കടബാധ്യത 147 കോടി രൂപ. 147 കോടി രൂപയാണ് കടബാധ്യത. ബിസിനസ് പൊളിഞ്ഞു. ഇമ്പോർട്ട് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു, എന്തെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം തകർന്നു. അങ്ങനെ തകർന്ന് തരിപ്പണമായ ആ മനുഷ്യന് എല്ലാം നഷ്ടപ്പെട്ടു. സ്വർണ്ണ വ്യാപാരം, ബിസിനസ്, ചെമ്മീൻ കയറ്റേക്ക്, എണ്ണ പരിപാടിയുണ്ട്, എല്ലാം നശിച്ചു. ആത്മഹത്യയുടെ വക്കിലാണ് ആ മനുഷ്യൻ. മക്കൾ, ആൺപിള്ളേർ 3 ഉണ്ട്. അവരെതിര് ഭാര്യ സങ്കടത്തിൽ ആ മനുഷ്യൻ ധ്യാനിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ബ്രദറെ, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്. മരിക്കാനുള്ള തീരുമാനത്തിലാണ് ഞാൻ. വേറെ ഒരു വഴിയും മുന്നില്ല, എല്ലാം പോയി. ഇനി വീട് മാത്രമേ ഉള്ളൂ. ആ വീടും ജപ്തി ചെയ്ത് പോയി കേട്ടോ. ഇപ്പം വാടക വീട്ടിലാണ് താമസിക്കുക. എല്ലാം ജപ്തി ചെയ്ത്. വാഹനങ്ങൾ 1 കോടി 2 കോടിയൊക്കെ വിലയുള്ള വലിയ വലിയ വാഹനങ്ങളായിരുന്നു, എല്ലാം പോയി.
ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ ആരോ പറഞ്ഞിട്ട് നമ്മൾ ധ്യാനം കൂടുകയാണ്. അന്ന് ഞാൻ സംസാരിച്ചു. ആ മനുഷ്യന് തീരുമാനമെടുത്ത് ഞാൻ ആത്മഹത്യ ചെയ്തില്ല. ആ ധ്യാനം കഴിഞ്ഞ് മടങ്ങി. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തില്ല. പിറ്റേ മാസം ഭാര്യയും കുട്ടി വന്ന് ധ്യാനം കൂടി. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച വ്യക്തിയായിരുന്നു. പക്ഷെ ദൈവിക ഇടപെടലിൽ ആ മനുഷ്യന് നല്ലൊരു തീരുമാനത്തിലേക്ക് വന്നു, ആത്മഹത്യ ചെയ്തില്ലെന്ന്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടുട്ടോ. കെട്ടിടങ്ങൾ, സ്വത്തുക്കൾ, വീട് എല്ലാം പോയി. വാടക വീട്ടിൽ താമസിക്കുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്തില്ല. ഭാരിച്ച കടബാധ്യതയിൽ തകർന്ന ആ മനുഷ്യന്റെ ജീവിതത്തെ ദൈവം ഏറ്റെടുക്കുകയാണ്. ദൈവം പുതിയ വഴികളെ തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഈ വിധവയായ സ്ത്രീ പോയി അപ്പമുണ്ടാക്കിയിട്ട് ഇവിടെ ഏലിയ പ്രവാചകന് കൊണ്ടുവന്ന് കൊടുത്തു. എന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്ക്കുന്നവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയില്ല എന്ന് ഇസ്രായേലിന് ദൈവമായി കർത്താവ് അരുളിച്ചെയ്യുന്നു. അവരോട് പറയുകയാണ്, അപ്പവും ഇതൊക്കെ കൊണ്ടുകൊടുത്ത് പറയുകയാണ്, പ്രവാചകൻ്റെ വാക്കാണ്. എന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്ക്കുന്നവരെ കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഒരു വാഗ്ദത്തം കൊടുക്കുക, കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല, ഭരണിയിലെ എണ്ണ വറ്റത്തില്ല. അത്ഭുതമാണത്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുക. ഹല്ലേലൂയ. 15-16 വചനം. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബം അനേക ദിവസം അപ്പം ഭക്ഷിച്ചു. കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൈവമായ കർത്താവ് ഏലിയ പ്രവാചകനെ സംരക്ഷിക്കുന്നു. ആ വിധവയുടെ കുടുംബത്തെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിയിലെ വെള്ളം വറ്റിയപ്പോൾ ഏലിയ പ്രവാചകനെ സറേഫാത്തിലേക്ക് ദൈവം അയക്കുകയാണ്. അവിടെ ഒരു വിധവയുണ്ട്, ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി. ഇത് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും സഹായിക്കാൻ ദൈവം ആളുകളെ ഒരുക്കി തരും. ദൈവം തന്നെ മാലാഖമാരെ അയച്ച് അവൻ സംരക്ഷിക്കും. ഗെത്സമനിയിൽ യേശു രക്തം ചുന്തി പ്രാർത്ഥിക്കുമ്പോൾ മാലാഖ ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിലും പരാജയങ്ങളിലും കണ്ണുനീരിലൊക്കെ അതിശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഒറ്റയൊരാളെ പോലും കർത്താവ് തള്ളിക്കളയത്തില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. നിന്റെ ജീവിതത്തെ കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു. എല്ലാ തകർച്ചകളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, തോൽവിയിൽ നിന്നും കർത്താവ് നിന്നെയും നിന്റെ കുടുംബത്തെ ഉയർത്തും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.